ഹലോ നമസ്കാരം. ഓസ്ട്രേലിയൻ നാഷണൽ സൂ ആൻഡ് അക്വേറിയം ഇൻ കാൻബറ. ഈ വീഡിയോ നിങ്ങൾക്കൊരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നെനിക്കറിയാം. ഇവിടെ ഫെബ്രുവരി മുതൽ ജൂലൈ ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സെമസ്റ്റർ എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഫസ്റ്റ് സെമസ്റ്ററും എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി ഒരു 2-3 വീക്സ് കുട്ടികൾക്കെല്ലാം ഇവിടെ ഹോളിഡേ ആണ്. ഇനിയുള്ള ഒരു 2-3 ആഴ്ചയെന്ന് പറയുന്നത് ഇവിടെ ശരിക്കും ഒരു ഉത്സവ പ്രതീതിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. വളരെ വേറിട്ട ഒരു കാഴ്ചയനുഭവമായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോയിലൂടെ കിട്ടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കാണാം. ദിസ് എ ടൈഗർ ടെറിട്ടറി. മോണേ വാടാ. കടുവയൊക്കെ നമുക്ക് ഇതുപോലെ അടുത്ത് കാണാൻ മറ്റൊരു സൂവിലും സാധിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇവനാണ് സാധനം. ആശമ്പ കാലുമൊക്കെ ഒന്ന് കഴുകിയിട്ട് വന്നു. ചീറ്റയാണ് നമ്മുടെ പുള്ളിപ്പുലി എന്ന് പറയുന്ന സാധനം. ഈ ഒരു സൂവിൻ്റെ പ്രത്യേകത ഒരുപാട് സ്പേഷ്യസ് ആണ്. ഓരോ മൃഗങ്ങൾക്കും ഇഷ്ടം പോലെ സ്ഥലം കൊടുത്തിട്ടുണ്ട്. ടൈഗർ പാലം കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ടൈഗർ വാക്കിങ്ങിന് ഇറങ്ങിയതാണ്. ഒരു റൗണ്ട് വെച്ചു. ഇത് സുമട്രാൻ ടൈഗർ എന്ന് പറയുന്ന ഒരു തരം ടൈഗറാണ്. ശ്രീലങ്കൻ ചീറ്റ. ഈ സൂവിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാമിലെ വെള്ളം തുറന്നു വിട്ടേക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ടാസ്മാനിയൻ ഡെവിൾ. ഡെവിൾ എന്നൊക്കെയുള്ള പേരേ ഉള്ളൂ, പക്ഷേ പാവ വിളിച്ച് കഴിയുമ്പോൾ ഓടി വരുന്നുണ്ട്. കോല 2 ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. അങ്ങനെ യൂക്കാലിപ്സിൻ്റെ ഇല തിന്നുക, ഉറങ്ങുക, ഇത് തന്നെ ജോലി. ഇത് സെർവൽ എന്ന് പറയുന്ന ഒരു മൃഗമാണ്. വൂൾഫ് ഡിയർ എന്നൊക്കെ പറയും. അതും നല്ല ഉറക്കമാണ് കിടന്ന്. ഇത് നമ്മുടെ ചിമ്പൻ്റെ സ്ഥലമാണ്. ചിമ്പൻസി. ഒരു കൊച്ചു കുടുംബമുണ്ട് അവിടെ. കുഞ്ഞൻ അവിടെ കിടന്ന് തലകുത്തി മറിയുന്നുണ്ട്. അങ്ങനെ നമ്മൾ വേറൊരു സ്ഥലത്തേക്കെത്തി. ജിറാഫും മരയങ്കുതിരയും നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. ഭയങ്കര ടേംസിലാണ് രണ്ടുപേരും കൂടെ. ഓക്സ്ട്രിച്ച്, ഒട്ടകപ്പക്ഷി. നമ്മുടെ മ്ലാവ് എന്ന് പറയുന്ന മൃഗമാണിത്. മ്ലാവ്, മലാൻ എന്നൊക്കെ പറയുന്നത്. ഇവിടെ കാങ്കറൂസ് ഉണ്ട്. 2 കുഞ്ഞന്മാരിപ്പുണ്ട് ഇവിടെ. 2 പേര് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അടുത്ത 2 പേര് ഇവിടെയുണ്ട്. കാങ്കരു കുഞ്ഞൻ. കാങ്കരു. 2 മുതലേച്ചന്മാരിപ്പുണ്ട്.
മീറ്റ് പോപ്പി എന്ന് പറയുന്ന ആനിമലാണിത്. അങ്ങനെ നമ്മളതാണ്ടൊരു 1.5 മണിക്കൂറോളം ആയി ഈ സൂവിനുള്ളിൽ കടന്നിട്ട്. പകുതി സ്ഥലം പോലും കണ്ടിട്ടില്ല. ഇനിയും ഒരുപാട് ഏരിയ ഇനിയും കാണാനുണ്ട്. ഒരു സീബ്ര ഫാമിലിയാണെന്ന് തോന്നുന്നു. നമ്മുടെ സിംഹവാലൻ ആണെന്ന് തോന്നുന്നു. ലങ്കൂറാണിത്. ഇതൊക്കെ മാനുകളാണ്. കേഴമാന്, പുള്ളിമാന്. മേർക്കറ്റ് ഒരു കുഞ്ഞൊരു ജീവി. ഇതാണ് ട്രീ കങ്കാരു. നമ്മുടെ പെൻഗിൻസ്. സൺബിയർ എന്ന് പറയുന്ന ഒരു ഇനം കരടിയാണ്. എന്താണ് ഒരു ഗാംഭീര്യം അല്ലേ? ഇതാണെന്ന് എനിക്ക് തോന്നുന്നു മൃഗരാജാവിൻ്റെ കൊട്ടാരം. ഈ വൈറ്റ് ലയൺസ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ളതാണ്. സാധാരണയായി ഇത് സൗത്ത് ആഫ്രിക്കയിലാണ് കാണുന്നതെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ജാക്കും മിച്കയും ആണ്. നമ്മുടെ ഹയനയാണ് കഴുതപ്പുലി എന്ന് പറയുന്ന ചങ്ങാതി. ഇത് ബൊളീവിയൻ സ്ക്വിറൽ ആണ്. അണ്ണാൻ ബൊളീവിയക്കാരനാണ്. നമ്മളേതാണ്ട് മലയണ്ണാന്നൊക്കെ പറയുന്ന ആ ഒരു വകഭേദം എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ ഏതാണ്ട് 3-3.5-4 മണിക്കൂറോളം നീണ്ടു നിന്ന നമ്മുടെ ഈ ഓസ്ട്രേലിയൻ നാഷണൽ സൂവിലെ അഡ്വഞ്ചർ ട്രെയിൽ ഇന്നിവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.